മനുഷ്യന്റെ ഹൃദയം സങ്കുചിതമാവുകയാണോ? മാദിൻ ചെയർമാനും സലാത്ത് നഗറിന്റെ ശില്പിയുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരിയുടെ മുഖ്യപ്രഭാഷണം വിശ്വാസികൾ സാർവത്രികമായിരിക്കുകയാണ്. കുടിക്കുന്ന ഗ്ലാസ് ഡിസ്പോസബിൾ ഗ്ലാസ് ആണ്. ഭക്ഷിക്കുന്ന പ്ലേറ്റ് ഡിസ്പോസബിൾ പ്ലേറ്റ് ആണ്. ഉപ്പ ഡിസ്പോസബിൾ ഫാദർ ആയിരിക്കുകയാണ്. ഉമ്മ ഡിസ്പോസബിൾ മദർ ആയിരിക്കുകയാണ്. എന്തിനേറെ സ്വന്തം ഭാര്യ ഡിസ്പോസബിൾ വൈഫായില്ലേ? ഭാര്യ പെൺകുട്ടിയെ എവിടെ നിന്നോ കോളേജിൽ നിന്ന് സ്നേഹിച്ചു, അവളെ തിരഞ്ഞെടുത്തു, അവളുടെ സൗന്ദര്യവും സമ്പത്തും കവർന്ന് അവളെ വലിച്ചെറിയുന്നൊരു സംസ്കാരം, അശ്ലീല കഥകൾ, അശ്ലീല ചിത്രങ്ങൾ കാണുന്ന അതിനടിമപ്പെടുന്നൊരു യുഗം. കുടുംബ ഭദ്രതയിൽ കഴിഞ്ഞിരുന്ന ഭാര്യമാർ ഏതോ കാമുകനെ കാണുമ്പോൾ സ്വന്തം ഭർത്താവിനെ കാമുകന് വേണ്ടി വലിച്ചെറിയുന്ന കാലം. സ്വന്തം ഉമ്മയെ, സ്വന്തം ഉപ്പയെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന യുഗം കൊച്ചു കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ഓരോ വൃദ്ധസദനകൾ എത്തിക്കഴിഞ്ഞില്ലേ? വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, എൽഡർ കെയർ റൂമുകൾ വന്നു കഴിഞ്ഞില്ലേ? വാപ്പയെ തള്ളിക്കളയുന്ന സംസ്കാരം, ഉമ്മയെ തള്ളിക്കളയുന്ന സംസ്കാരം. എൻ്റെ നല്ലവരായ സഹോദരി സഹോദരന്മാരോട് മാന്യ ശ്രോതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ശാസ്ത്രം എത്ര വളർന്നാലും സാങ്കേതികമായി എത്ര ഉയർന്നാലും തൻ്റെ ഉമ്മ, തൻ്റെ ഉപ്പ, തൻ്റെ ഗുരുനാഥന്മാർ, തൻ്റെ വിജയത്തിനും പുരോഗതിക്കും കാരണക്കാരായ സർവ്വവിഭാഗം ജനങ്ങളെയും എല്ലാ അർത്ഥത്തിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരുടെ അനുസരണവും കുരുത്തവും പൊരുത്തവുമാണ് എല്ലാ വിജയത്തിൻ്റെയും നിദാനമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. വിഭാഗീയതകൾ, വർഗീയതകൾ, തീവ്രതകൾ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. വിശിഷ്യ മഹത്തായ ഭാരതം സ്വാതന്ത്ര്യത്തിന് പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ, അത് സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ എത്രമാത്രം നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നൽകുന്നു, നമ്മുടെ നാട് സൗകര്യം നൽകുന്നു. ഇത്രമാത്രം സൗകര്യങ്ങൾ മറ്റു പല രാഷ്ട്രങ്ങളിലും കാണാറില്ല എന്ന വസ്തുത. ഒരു വിധത്തിലുള്ള അക്രമത്തിനും ഉപദ്രവത്തിനും ആരും തുനിയരുത്. സൗഹാർദ്ദത്തിലൂടെ, സ്നേഹത്തിലൂടെ, ഐക്യത്തിലൂടെ പ്രവർത്തിക്കുക എന്നൊരു മുഖമുദ്ര. ഇന്ന് മനുഷ്യ മനസ്സുകൾ സങ്കുചിതമായി പ്രശ്നപരിഹാരങ്ങളില്ലാതെ ഓരോ വർഷവും 10 ലക്ഷം ആത്മഹത്യയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും 4-5 ആത്മഹത്യ. ഓരോ ദിവസവും 2750 ആത്മഹത്യയാണ്. ആരാണ് ആത്മഹത്യ ചെയ്യുന്നത്? കർഷകരല്ല, സമുദ്ര തൊഴിലാളികളല്ല, നിരക്ഷരരല്ല. സമൂഹത്തിലെ വലിയ വലിയ ഉയർന്ന ഗ്രേഡ്, ഹൈ ക്ലാസ്സിലുള്ള ഉന്നതന്മാർ പരിഹാരങ്ങളില്ലാതെ, ജീവിതോപാധി ജീവിക്കാൻ ടെൻഷനുകൾ പരിഹാരമാർഗം കാണാതെ. ഇവിടെയാണ് പ്രാർത്ഥനാ സമ്മേളനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. ഏതേത് പ്രശ്നങ്ങൾക്കും ഇറക്കി വെക്കാൻ ഞങ്ങൾക്കൊരഭയ കേന്ദ്രമുണ്ട്. സൃഷ്ടിച്ചു പടച്ച റബ്ബ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക ലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലയോ സമൂഹമേ, എന്തിനു തളരണം, എന്തിനു ആത്മഹത്യയിലേക്ക് എത്തിക്കണം? ഏതേത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ അർഹമുർ-റാഹിമായ റബ്ബിന്റെ ഖജനാവിലേക്ക്. ഭരണീയരെ ഭരണാധികാരിയാക്കാൻ കഴിയുന്ന റബ്ബല്ലേ? ഭരണാധികാരികളെ ഭരണീയരാക്കാൻ കഴിയുന്ന റബ്ബല്ലേ? ഭരണാധികാരികൾ അഹങ്കരിച്ചു പോവരുത്. ഭരണീയർ ഭരണാധികാരികളെ ധിക്കരിക്കരുത്. ഭരണപക്ഷം പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കരുത്. ഭരണപക്ഷം പ്രതിപക്ഷത്തെ അടിച്ചമർത്തരുത്. ഭരണപക്ഷവും പ്രതിപക്ഷവും, ഭരണീയരും ഭരണാധികാരികളും ഞങ്ങൾ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന ബോധമുണ്ടാവണം. ഭരണീയരാകുമ്പോൾ തളരരുത്, അവർ അസൂയപ്പെടരുത്. ഭരണാധികാരികളാകുമ്പോൾ അഹങ്കരിക്കരുത്. ആർക്കും ഭരണം നൽകുന്നവൻ റബ്ബാണ്. ആ ഭരണം എടുത്തു കളയാൻ ഭരണാധികാരികൾ എത്രയെത്ര സ്ഥാനഭ്രഷ്ടനാക്കി, എത്രയെത്ര അധികാരങ്ങൾ മാറ്റി. മഹാനായ താജുൽ ഉലമ നമുക്ക് നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ പോലെ നമ്മുടെ കൽബുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ലവലേശം കിബറുകൾ, അസൂയകൾ, ആരോടും വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പ് ഒരു കാലത്തും വന്നു പോവരുത്. എല്ലാവരും ഏക സഹോദരങ്ങളായി നാടിൻ്റെ, സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി
ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്ന പ്രതിജ്ഞയാണ് ഇവിടുന്ന് ചെയ്യാനുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനം വലാ തസ്തവിൽ ഹസനതു വലാ തസ്തവിൽ ഹസനതു വസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദൽ ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മകളും തിന്മകളും ഒരിക്കലും സമമല്ല. നന്മകളുടെ റൂട്ടിൽ സഞ്ചരിക്കട്ടെ, തിന്മകളിൽ നിന്ന് തീർത്തും ഒഴിഞ്ഞു മാറുക. അശ്ലീല ചിത്രങ്ങൾ കാണരുത്, അശ്ലീല കഥകൾ വായിക്കരുത്, അശ്ലീലങ്ങൾക്ക് അടിമപ്പെട്ടു പോവരുത്, അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ടു പോവരുത്, മദ്യത്തിന് അടിമപ്പെട്ടു പോവരുത്. സമൂഹം, നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഓരോ ദിവസവും 1,50,000 കുഞ്ഞുങ്ങളെയാണ് ഭ്രൂണഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗർഭാശയത്തിൽ പിറന്ന കുഞ്ഞ് പെണ്ണാണെന്നറിയുമ്പോൾ 1,00,000-ഓളം ഭ്രൂണഹത്യയാണ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഇത്രമാത്രം ദയ നഷ്ടപ്പെട്ടു പോയോ? മനുഷ്യൻ സംസ്കാരങ്ങളിൽ, പ്രവർത്തനങ്ങൾ, അനീതികൾ വന്നു പോവരുത്, അക്രമങ്ങൾ വന്നു പോവരുത്. സംസാരങ്ങൾ, മാന്യമായ സംസാരം. ആരിങ്ങോട്ട് ശാപവചനങ്ങൾ പറഞ്ഞാൽ പ്രതികാരം അങ്ങ് ശാപവചനങ്ങൾ പറയരുത്. പകരം സ്നേഹവചനങ്ങൾ, ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക. എങ്കിൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. ഏത് ശത്രുവും, എത്ര വലിയ കഠിന വിരോധിയും നിന്റെ മിത്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയുക തന്നെ ചെയ്യും. അങ്ങനെ ലഭിക്കണമെങ്കിൽ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹവ്വിൻ നളീം. അപാരമായ ക്ഷമ അല്ലാഹു നൽകിയവർക്കല്ലാതെ സാധിക്കുകയില്ല. ഈ ക്ഷമയാണ് പരിശുദ്ധമായ റമദാനു ശരീഫിലൂടെ 1 മാസക്കാലത്തോളം പട്ടിണി കിടന്ന് വികാരങ്ങൾ, വിചാരങ്ങൾ അടക്കി പിടിച്ച് എല്ലാ തിന്മകളിൽ നിന്നും മാറി 2 ദിവസം കഴിയുമ്പോൾ പെരുന്നാളോടുകൂടെ ഇവിടെ ആർജിച്ചെടുത്ത നല്ലതും കൈവിടുന്ന ഒരവസ്ഥ, തച്ചുടക്കുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരിക്കലും വന്നു പോവരുത്. ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ് വഇന്നമൽ ഈദു ലിമൻ തഅതുഹു തസീദ്. ലൈസൽ ഈദു ലിമൻ തജ്മലു ബിൽ ലിബാസി വൽ മർകൂബ് വഇന്നമൽ ഈദു ലിമൻ ഗുഫിറത ലഹു ദുനൂബ്. പെരുന്നാൾ എന്ന് പറയുന്നത് കേവലം പുത്തനുടുപ്പുകൾ ധരിക്കലല്ല പെരുന്നാള്. വഇന്നമൽ ഈദു ലിമൻ തഅതുഹു തസീദ്. ഡ്രസ്സുകൾ പുതുപുത്തനാകുമ്പോൾ മനസ്സുകൾ പുതുപുത്തനാവണം. മനസ്സുകൾ പുതുപുത്തനാവാതെ ഡ്രസ്സുകൾ, പുതുപുത്തനുടുപ്പുകൾ ധരിക്കുന്നുവെങ്കിൽ മോശപ്പെട്ട ആയുധങ്ങൾ, തുരുമ്പ് പിടിച്ച ആയുധം പുതിയ ഉറയിൽ വെക്കുന്ന പ്രതീതിയല്ലാതെ അത് വാല്യബിളല്ല. മറിച്ച് മനസ്സുകൾ ക്ലിയറാക്കി പെരുന്നാളിലൂടെ എല്ലാ വിദേശങ്ങളും ഒഴിവാക്കി പെരുന്നാൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ബന്ധുക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, വീട്ടുകാർ അവരൊക്കെയും ചെന്ന് അവർക്കൊക്കെയും പെരുന്നാൾ ആശംസകൾ നൽകി സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാവുന്നവരെ സാമ്പത്തികമായി സഹായിച്ച് അവർക്ക് സ്നേഹവചനങ്ങൾ നൽകി പരസ്പരം സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. ലൈസൽ ഈദു ലിമൻ തജ്മലു ബിൽ ലിബാസി വൽ മർകൂബ് ഫഇന്നമൽ ഈദു ലിമൻ ഗുഫിറത ലഹു ദുനൂബ്. പെരുന്നാൾ എന്ന് പറയുന്നത് ഡ്രസ്സുകളിൽ, വാഹനങ്ങളിൽ, ഭക്ഷണങ്ങളിൽ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കലായില്ല. മറിച്ച് ഇബാദത്തുകളിൽ, ദിക്റുകളിൽ, സ്വലാത്തുകളിൽ, സദഖകളിൽ മുഴുകുക, അത് പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്നുണർത്തി മഹാനായ ശൈഖുന താജുൽ ഉലമ മഹാൻ അവരുടെ നേതൃത്വത്തിൽ അതിപ്രധാനമായ നമ്മുടെ ചടങ്ങ് സ്വലാത്തുൻ നാരിയ ആരംഭിക്കുക.